ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആർട്സ് ഫ്രം ഹന്ന. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഭയങ്കര ക്യൂട്ടായിട്ട് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ള ഒരു ബുൾസൈ സ്ക്വിഷിയാണ് കേട്ടോ. അപ്പോൾ ബുൾസൈ സ്ക്വിഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ അത് ട്രേസ് ചെയ്യാതെ തന്നെ ഞാൻ സ്വന്തമായിട്ട് വരയ്ക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ട്രേസ് ചെയ്തിട്ട് നമ്മളെ കഴിവും കൂടെ നമ്മളൊന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഒന്ന് വരയ്ക്കാൻ കഴിയോ ഇല്ലേ എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിന്ന് ട്രേസ് ചെയ്യാത്ത വരയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് അതങ്ങ് വരച്ച് കുളമാക്കി കൊടുത്തു. അപ്പോൾ എന്നിട്ടത് ഇങ്ങനെയൊക്കെ കളർ ചെയ്ത് എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ 2 പീസ് ഉണ്ടാക്കി വെച്ചിട്ട് ഈ വലിയ സെല്ലോ ടാപ്പാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ സെല്ലോ ടാപ്പ് യൂസ് ചെയ്ത് അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ നമുക്കത് ഒരു ബോറായിട്ട് തോന്നും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വലിയ സെല്ലോ ടാപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുത്തിട്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ടിതാ ഇങ്ങനെ ചെയ്ത് കൊടുത്തു. കുറച്ച് സ്ഥലത്ത് വിട്ട് ബാക്കി എല്ലായിടത്തും ഞാൻ കുറച്ചിങ്ങനെ നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനങ്ങനെ ചെയ്തത്. ആൻഡ് ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സ്ക്വിഷിയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് വെറൈറ്റി ആയിട്ടൊരു ബുൾസൈ തീമൊക്കെ പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ബട്ട് എനിക്ക് ബുൾസൈ കഴിക്കാൻ ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യൂട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മേലെ ഭാഗം കുറച്ച് ഞാൻ സ്പേസ് വിട്ടതിന് ശേഷം മാത്രം നമ്മൾ ഇങ്ങനെ ചെയ്യാൻ നോക്കുക. അപ്പം ഇതാ ഇതുപോലെ അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ടോ. അപ്പോൾ ടൈം കിട്ടാറില്ല. അതായത് ഇപ്പോൾ സ്കൂളിലെ എക്സാമിന് ഒരുപാട് പഠിക്കാനും അങ്ങനെയൊക്കെ ഇതുണ്ടാവാറുണ്ട്. പിന്നെ നമുക്ക് നോമ്പും എല്ലാം കൂടി അതിൻ്റെ ആ ഒരു ടയർഡ്നെസ്സും എല്ലാം കൂടി ഉണ്ടാകുമ്പോഴാണ് എനിക്ക് തീരെ കഴിയാതിരിക്കാട്ടോ വീഡിയോ എടുക്കാൻ. പിന്നെ നമുക്ക് എക്സാമിന് പഠിക്കും വേണ്ടേ, അപ്പം അങ്ങനെ വളരെ തിരക്കിലായിരുന്നു ഞാൻ. അതാണ് കേട്ടോ റീസൺ. പിന്നെ ഞാൻ ബാക്കിയെല്ലാം ചെയ്തു തുടങ്ങി. പിന്നെ ഇങ്ങനെ സ്പേസ് വിടാൻ വേണ്ടിയിട്ട് ബാക്കിയൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഇവിടെ ഇത്രയും സ്പേസ് വിട്ടു കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, വേസ്റ്റ് പേപ്പർ ഇല്ലേ അത് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നമ്മൾ ഈ വേസ്റ്റ് പേപ്പർ ചെയ്ത് കഴിഞ്ഞാലല്ലോ ഈ വേസ്റ്റ് പേപ്പർ സ്ക്വിഷി ആവുന്നില്ല. അത് നമുക്കിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അതിങ്ങനെ നിൽക്കുക. അങ്ങനെ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അത് തീരെ ഒരു രസമല്ല എന്നിങ്ങനെ നിൽക്കുക. അപ്പോൾ നമുക്കത് കുറച്ച് വീർത്തൊക്കെ നിൽക്കണ്ടേ, അപ്പോൾ അങ്ങനെ നിൽക്കുന്നേ ഇല്ല സംഭവം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ ഇതൊക്കെ ഫുള്ളിങ്ങനെ നിറച്ച് കൊടുത്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പഞ്ഞി എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചു. എന്തായാലും പെട്ടതല്ലേ, അപ്പോൾ എന്തായാലും ബാക്കിയും കൂടെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിട്ട് കൊടുത്തത്. എന്തായാലും ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയി വേസ്റ്റ് ബാസ്ക്കറ്റിലൊക്കെ ഇടാൻ ഭയങ്കര മടിയാണ്. എന്തായാലും എന്തായാലും ഇതിലേക്കൊന്ന് തിരികെ കൊടുത്താൽ കുറച്ചും കൂടെ തടിയും ഇതൊക്കെ നമുക്ക് തോന്നിക്കൂടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. സംഭവം ചെയ്തു വന്നപ്പോഴത്തേക്കും ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും അപ്പോൾ ഇനി നമുക്ക് എന്നാലും പഞ്ഞി നല്ലോണം വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പാവക്കുട്ടിയുടെ പഞ്ഞി ആണ് കേട്ടോ ഇത്. അപ്പോൾ ഏതോ പണ്ട് മേടിച്ച് വെച്ചിട്ടുള്ള ഏതോ ഒന്ന് ചെറിയ കുട്ടിയായപ്പോഴത്തേക്കും നമുക്ക് മേടിച്ചിട്ടുള്ളത് അത് അപ്പോഴും ഇപ്പോഴും നമ്മളെ കയ്യിലുണ്ട് എന്നാണ് അതിൻ്റെ സത്യം കേട്ടോ. പിന്നെ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് ക്ലോസ് ചെയ്യാൻ നോക്കിയപ്പോൾ അവിടുത്തെ പീസൊക്കെ അതിപ്പോൾ പഞ്ഞിയായിട്ട് അതാകെ അങ്ങോട്ട് മെസ്സി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടിഭാഗത്തൊക്കെ എത്തി ഓട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പഞ്ഞി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ടേപ്പ് എടുത്തിട്ട് വിൻഡോ ഒട്ടിച്ച് കൊടുത്തു. അപ്പോൾ ഇതുപോലെ ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സ്ക്വിഷി റെഡിയായി. അപ്പോൾ അത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്